കുട്ടികളാകുമ്പോൾ കളിയും ചിരിയും മാത്രമല്ലല്ലേ, കുറച്ച് അടിപിടി അക്രമം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും അല്ലേ. സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുട്ടികളിങ്ങനെ കളിച്ചിരിയോടുകൂടി നടക്കുന്നതും അവർ കുട്ടി കുട്ടി തമാശകൾ കാണിക്കുന്നതും എല്ലാം. അപ്പോൾ അതിനപ്പുറം ആകുമ്പോഴേ നമ്മൾ അടി പറ്റിക്കുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഒരു പരിധി വരെ ഞാൻ ഇവരുടെ അടികൂടലൊക്കെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടികൂടൽ മാത്രമാണ് മൂത്തവർക്ക് രണ്ടർക്കും ഉള്ളത്. എന്നിരുന്നാൽ ഇളയ ആൾക്ക് പിണക്കമാണ്, ഫുൾ ടൈം പിണക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് സ്കൂളിൽ വരുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, വീണ്ടും തിരിച്ച് സ്കൂൾ ബസ്സിൽ തന്നെയാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. കാരണം സ്കൂളിൽ ഇപ്പോൾ വർണ്ണക്കൂടാരത്തിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളുടെ കൂടെ ഡെയിലി രാവിലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ സ്കൂളിൽ ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു ടീച്ചേഴ്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട്, കാരണം ഞാനിവിടെ കുറച്ച് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചറിന് അറിയാമെന്നുള്ളത് കൊണ്ട് എന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. എന്നെ ഒന്ന് സഹായിക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴും പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓക്കെ എന്ന് സമ്മതിച്ചു. പക്ഷേ അത് ഇത്രയും നല്ല പണിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുറച്ച് ക്രാഫ്റ്റ് പേപ്പറും പിന്നെ ചാർട്ട് പേപ്പറുകളും പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ പുറത്തുള്ള കാഴ്ചകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്, നമ്മുടെ വർണ്ണക്കൂടാരത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നത്. നല്ല സുന്ദരി കുട്ടികളായിട്ട് സുന്ദരന്മാരായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പയ്യനൊക്കെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ച് ലീവ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പോട്ടിൽ ഫ്ലവർ ഉണ്ടാക്കി, പക്ഷേ പോട്ടിൽ നമുക്ക് ലീഫും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഇത് വീട്ടിൽ വെച്ച് ചെയ്തിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്, സ്കൂളിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര പെൻഡിങ് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്കൂളിൽ ചെന്നിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഓട്ടിച്ചിട്ട് പെട്ടെന്ന് പണി കഴിപ്പിച്ചു, അവിടെ കൊണ്ട് ഷോയ്ക്ക് വെച്ചു, അങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷേ അവിടെ നിന്ന് ആ ടൈം ഫുള്ള് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ടീച്ചറും ഹാപ്പിയാണ്. KG ക്ലാസ്സിനല്ലേ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഹാപ്പിയാണ്, മക്കളെ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ?